നിനക്ക് ഈ താലി ഇതെന്ത് ചെയ്യാനാ പ്ലാന്? അബി ദേവുവിൻ്റെ കഴുത്തിൽ മറച്ചിരിക്കുന്ന താലി ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ അച്ഛയുടെ നിരപരാധിത്വം തെളിയുന്ന അന്ന് ഇതെൻ്റെ കഴുത്തിൽ നിന്നും ഞാൻ അഴിച്ചു മാറ്റും. ഇത് കെട്ടിയ ആളെ കൊണ്ട് തന്നെ. ദേവുവിൻ്റെ വാക്കുകളിലെ ദൃഢത അബി മനസ്സിലാക്കി. അപ്പോൾ നിനക്ക് ആഹി അവനെ സ്വീകരിക്കാൻ കഴിയില്ലേ? ദേവു ഞെട്ടി അബിയെ നോക്കി. അബിയച്ചിത് എന്തൊക്കെയായി പറയുന്നേ? എൻ്റെ ജീവിതത്തിൽ അവനേക്കാൾ കൂടുതൽ എന്നെ ദ്രോഹിച്ചവർ ആരുമില്ല. ആ ആളെ ഞാൻ എങ്ങനെ സ്വീകരിക്കാനാ? ഒരിക്കലുമില്ല. ദേവ് ഉറച്ച സ്വരത്തോടെയാണ് അത് പറഞ്ഞത്. ശരി, എന്നാൽ നീ പൊക്കോ, പോയി കിടക്ക്. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ ദേവു അബിയെ നോക്കി ചോദിച്ചു. അബി എന്താണെന്നുള്ള ഭാവത്തിൽ അവളെ നോക്കി. ചേച്ചിക്ക് നാളെ എന്നെ കൊണ്ടുവിടാനാവുമോ? ആ, കൊണ്ടുവിടാം. ദേവുവിന് ആഹിയോടുള്ള വെറുപ്പിൻ്റെ ആഴം അറിഞ്ഞതും അബിക്ക് അത് സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. തലേ ദിവസം പറഞ്ഞ പോലെ അബി തന്നെയാണ് ദേവുവിനെ കമ്പനിയിലാക്കിയത്. ദേവു, സൂക്ഷിക്കണം. ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. അവൾ പുഞ്ചിരിയോടെ തലയാട്ടി അകത്തേക്ക് കയറി. അവൾ പോകുന്നത് നോക്കി അബി കുറച്ചുനേരം അവിടെ തന്നെ നിന്നു. മേ ഐ കം ഇൻ സർ? ഗബ്രിയലിൻ്റെ ക്യാബിന് പുറത്ത് വന്ന് ദേവു അനുവാദം ചോദിച്ചു. യെസ്, കമ്മിങ്. പ്രതീക്ഷിക്കാതെ അകത്തുനിന്ന് കേട്ടൊരു സ്ത്രീ ശബ്ദമായിരുന്നു. അതാരായിരിക്കുമെന്ന ആകാംക്ഷയോടെ ഡോറ് തുറന്ന് ദേവു അകത്തേക്ക് കയറി. അകത്തെ ചെയറിലിരിക്കുന്ന തൻ്റെ പ്രായം തോന്നി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് അമ്പരപ്പോടെ ദേവു ചുറ്റിലും നോക്കി. ഗബ്രിയൽ സാർ? പപ്പ ഒരു ബിസിനസ് ടൂറിലാണ്. 4 ഡേയ്സ് കഴിഞ്ഞേ എത്തുള്ളൂ. ദേവികയല്ലേ? അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അലോന ചോദിച്ചു. അവൾ ചിരിയോടെ അതേന്ന് തലയാട്ടി. ഞാൻ അലോന. ഗബ്രിയൽ എൻ്റെ പപ്പയാണ്. പിന്നെ താൻ വരുന്ന കാര്യം പപ്പ പറഞ്ഞിരുന്നു. അതാ ഞാൻ നേരിട്ട് വന്നത്. അക്കൗണ്ട് സെക്ഷനിലാണ് തൻ്റെ ജോലി. ജോലിക്കാര്യങ്ങളൊക്കെ സാജൻ പറഞ്ഞു തരും. പപ്പയുടെ PA ആണ്. എന്നാൽ ഓക്കെ, താൻ ക്യാബിനിലേക്ക് ചെന്നോളൂ. അലോന ചിരിച്ചുകൊണ്ട് തന്നെയാണ് അത്രയും പറഞ്ഞത്. അത് ഒരു തരത്തിൽ ദേവുവിനും ഒരാശ്വാസമായിരുന്നു. ദേവ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ദേവിക, ജസ്റ്റ് എ മിനിറ്റ്. പുറകിൽ നിന്നും അലോനയുടെ സ്വരം കേട്ട് ദേവു അവിടെ തന്നെ നിന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ അടുത്തേക്ക് നടന്നു വരികയായിരുന്നു അലോന. താൻ ആഹിയായിട്ട് എങ്ങനെയാ പരിചയം? അലോനയുടെ ചോദ്യം കേട്ട് ദേവു ഒന്ന് പതറി. അത് ആഹിയും ഞാനൊരു കോളേജിലാണ് പഠിച്ചത്. ദേവു പതർച്ച മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അതിന് തൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കിയപ്പോൾ താൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെ? അലോന തൻ്റെ സംശയം ഉന്നയിച്ചു. അത് എനിക്ക് കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതാ പിന്നെ കംപ്ലീറ്റ് ചെയ്യാതെ. ദേവു പറഞ്ഞു. അപ്പോൾ ആഹി അവൻ നിന്റെ സീനിയർ ആയിരുന്നോ? അലോന വീണ്ടും ചോദിച്ചു. അതെ, ദേവു പറഞ്ഞു. ആ ശരി, താൻ പൊക്കോ. അലോന അതും പറഞ്ഞ് തൻ്റെ ചെയറിൽ പോയിരുന്നു. മനസ്സിൽ ഒരു 100,000 സംശയങ്ങൾ തലപൊക്കി തുടങ്ങിയിരുന്നു. അപ്പോൾ ദേവികയല്ലേ? പുറത്തേക്കിറങ്ങിയ ദേവുവിനെ നോക്കി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു. അതെ, ഞാൻ സാജൻ, സാറിൻ്റെ PA ആണ്. താൻ വാ, ഞാൻ ചെയർ കാണിച്ചു തരാം. അതും പറഞ്ഞ് അവൻ മുമ്പിൽ നടന്നു. പിന്നാലെ ദേവുവും. അവൾക്ക് ചെയറൊക്കെ കാണിച്ചു കൊടുത്ത് ജോലിയും പറഞ്ഞു കൊടുത്ത് സാജൻ അവൻ്റെ ക്യാബിനിലേക്ക് പോയി. സാജൻ്റെ ക്യാബിനടുത്ത് തന്നെയായിരുന്നു ദേവുവിൻ്റെ ചെയർ. അത് ഗബ്രിയലിൻ്റെ പ്രത്യേക നിർദ്ദേശമായിരുന്നു. ഹലോ സാർ. സാജൻ ഫോണെടുത്തു. അവൾ എത്തിയോ? ഗബ്രിയൽ മറുപുറത്തു നിന്നും സംസാരിച്ചു തുടങ്ങി. എത്തി സാർ. അവനുണ്ടായിരുന്നോ കൂടെ ആഹിർ? ഗബ്രിയൽ ചോദിച്ചു. ഇല്ല സാർ, ആ കുട്ടി തനിച്ചാണ് വന്നത്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ സാജന്? അവളുടെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം. ഓക്കെ സാർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ ദെൻ. അതും പറഞ്ഞ് ഗബ്രിയൽ ഫോൺ കട്ട് ചെയ്തു. ദേവു ഇതിനോടകം തന്നെ ചെറിയ രീതിയിൽ ആ സെക്ഷനിലുള്ള എല്ലാവരുമായി അടുപ്പമുണ്ടാക്കിയെടുത്തിരുന്നു. അതിലൊരു പെൺകുട്ടി അവളുമായി കൂടുതൽ അടുത്തു. ലയ. കാണാൻ സുന്ദരി, ഒരു തനി മോഡേൺ പെൺകുട്ടിയായിരുന്നു അവൾ. ലയയോട് കമ്പനി ആയപ്പോൾ ദേവു ആദ്യം ചോദിച്ചത് ഫയൽസ് ഇരിക്കുന്ന സെക്ഷനെ കുറിച്ചാണ്. അത് പഴയ ഫയൽസൊക്കെ ഇരിക്കുന്നത് ഇവിടെ 6th ഫ്ലോറിലാണ്. പിന്നെ ഇപ്പോഴുള്ള ഡീറ്റെയിൽസൊക്കെ സോഫ്റ്റ്വെയർ ഫയലാക്കാനാണ് പതിവ്. ലയയുടെ മറുപടി അതായിരുന്നു. ദേവുവിൻ്റെ മനസ്സിൽ പിന്നീടുള്ള ചിന്ത എങ്ങനെ അവിടെ എത്താമെന്നായിരുന്നു. പറ സിദ്ധു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഫോൺ ഇയർപോഡിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അബി സംസാരിച്ചു. അബി, എനിക്ക് നിന്നോട് അത്യാവശ്യമായൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. അബി മറുപടി പറഞ്ഞു. കമ്പനിയിലേക്കല്ല, വില്ലയിലേക്ക് വന്നാൽ മതി. നമുക്ക് ഒരുമിച്ച് പോകാം. ആ ശരി. അബി അത് പറഞ്ഞതും മറുവശത്ത് കോള് കട്ടായി. അവൻ്റെ പെരുമാറ്റത്തിലെ മാറ്റവും ഈ ഫോൺ വിളിയും എല്ലാം കൂടി ആലോചിച്ചപ്പോൾ അവൾക്കാകെ ഒരു പരവേഷം തോന്നി. അവൾ വില്ലയിലേക്ക് വണ്ടി പറപ്പിച്ചു വിട്ടു. ഡാ, നിനക്കെന്താ എന്നോട് പറയാനുള്ളത്? മുറ്റത്ത് കാറിൽ ചാരി ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സിദ്ധുവിനെ നോക്കി ഹെൽമെറ്റ് അഴിച്ചുകൊണ്ട് അബി പറഞ്ഞു. നീ വാ, പറയാം. സിദ്ധു അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ഗാർഡനിലേക്ക് നടന്നു.
എന്താ സിദ്ധു, നീ കാര്യം പറ. അവന് പിന്നിലായി നടന്നുകൊണ്ട് അഭി ചോദിച്ചു. അഭി, ഞാനൊരു വിവാഹം കഴിക്കുന്നതിനോട് നിനക്കെന്താ അഭിപ്രായം? സിദ്ധു പതിയെ ഒരിടത്ത് നിന്നുകൊണ്ട് ചോദിച്ചു. ഹാ, അതൊരു നല്ല കാര്യമല്ലേടാ, അതിന് അഭിപ്രായത്തിനൊക്കെ എന്ത് പ്രസക്തി? അഭി ചിരിച്ചോണ്ട് പറഞ്ഞു. അതല്ലടി, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്. ആഹാ, ആരാ അത്? അഭി അമ്പരപ്പോടെ ചോദിച്ചു. അഭി! അപ്പോഴേക്കും പുറകിൽ നിന്നും ആഹിയുടെ വിളി വന്നിരുന്നു. സിദ്ധു, 1 മിനിറ്റ്, ഇപ്പോൾ വരാം. അതും പറഞ്ഞ് അഭി പോയി. ഷേ! സിദ്ധു അവസരം നഷ്ടമായതിൻ്റെ പേരിൽ വിഷമിച്ചു. എന്താ ആഹി? ആഹിക്കരികിലേക്ക് ചെന്നുകൊണ്ട് അഭി ചോദിച്ചു. ദേവിക, അവളെ സേഫായി കൊണ്ട് എത്തിച്ചില്ലേ നീ? യെസ് ഡാ. അല്ല, നീ ഇന്ന് വരുന്നില്ലേ? അഭി അവൻ്റെ വേഷം കണ്ട് അമ്പരപ്പോടെ ചോദിച്ചു. ഇല്ലടി, ഞാൻ ഇന്നില്ല. പപ്പ വരും കമ്പനിയിൽ, നിങ്ങൾ വിട്ടോ. എന്താടാ, എന്തു പറ്റി? ഫേവർ വല്ലതും ഉണ്ടോ? അഭി അവൻ്റെ നെറ്റിയിൽ തൊട്ടുകൊണ്ട് അവനോടായി ചോദിച്ചു. എന്താണെന്ന് അറിയില്ല അഭി, എനിക്ക് ബോഡി നല്ല പെയിനുണ്ട്. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആ, അല്ലേലും നീ കമ്പനി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് നിന്റെ ബോഡി ശ്രദ്ധിക്കാറില്ലല്ലോ. ഇന്ന് റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ എന്നാൽ ഇറങ്ങട്ടെ. അഭി സിദ്ധുവിനെ നോക്കിക്കൊണ്ട് ആഹിയോട് ചോദിച്ചു. ശരി, നിങ്ങൾ വിട്ടോ. അഭി, എൻ്റെ കാറിൽ പോകാം. സിദ്ധു കാറിനടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ഇല്ലടാ, ഞാൻ വണ്ടി എടുത്തില്ലേ പിന്നെ ദേവുവിനെ വിളിക്കാൻ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഓഫീസിൽ ചെന്നിട്ട് സംസാരിക്കാം. അഭി അത് പറഞ്ഞ് തൻ്റെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു. നിരാശയോടെ സിദ്ധു കാറിലേക്ക് കയറി. ഇതെല്ലാം നോക്കിക്കൊണ്ട് നിന്ന ആഹിയുടെ കണ്ണുകൾ സംശയഭാവത്താൽ ചുരുങ്ങി. പരന്തു മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. കിച്ചണിലേക്ക് ചെന്നപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കാസ്ട്രോളിൽ വെച്ചിരിക്കുന്നത് കണ്ട് അവൻ പുഞ്ചിരിയോടെ അത് തുറന്നു. പൂരിയും വെജിറ്റബിൾ കുറുമയുമായിരുന്നു അതിൽ. മണം മൂക്കിലേക്ക് അടിച്ചു കയറിയതും അവൻ സ്ലാബിന് മുകളിൽ കയറിയിരുന്ന് കഴിക്കാൻ തുടങ്ങി. ദേവുവിൻ്റെ കൈപുണ്യം അവനെ തെല്ലൊന്നുമല്ല അതിശയിപ്പിച്ചത്. അവൻ കഴിച്ചു കഴിഞ്ഞ് പതിയെ റൂമിലേക്ക് നടന്നു. ദേവുവിൻ്റെ മുറിയുടെ അടുത്തെത്തിയപ്പോൾ അവനൊന്ന് നിന്നു. ഡോർ ജസ്റ്റ് ഒന്ന് തള്ളി നോക്കി. അത് ലോക്കല്ലാതിരുന്നത് കൊണ്ട് പെട്ടെന്ന് തുറന്നു. അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴുള്ള വാസന ആ മുറിയിലാകെ നിറഞ്ഞു നിൽക്കുന്നതായി അവന് തോന്നി. അവൻ ആ മുറി ആകമാനമൊന്ന് വീക്ഷിച്ചു. പുറമെ അവളുടെ ഒരു ജോഡി ധാവണി കിടക്കുന്നത് കണ്ടു. അവൾ രാവിലെ മാറിയിട്ടതാവണമെന്ന് അവൻ ഓർത്തു. മുറിയുടെ ഒരു മൂലയ്ക്കായി ഷെൽഫിലൊരു മഹാദേവ വിഗ്രഹം ഇരിക്കുന്നുണ്ട്. അവൻ പതിയെ അവളുടെ ബെഡിലേക്കിരുന്നു. അവളുടെ സാമീപ്യം എന്തോ ആ സമയം അവൻ വല്ലാണ്ട് കൊതിച്ചുപോയി. അത് പ്രണയമാണോ എന്ന് തിരിച്ചറിയാൻ അവന് സാധിച്ചില്ല. തല പെരുക്കുന്നത് പോലെ തോന്നിയപ്പോൾ അവൻ പതിയെ ആ ബെഡിലേക്ക് കിടന്നു. ചേച്ചി, എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. ചേച്ചി എപ്പോഴാ വരിക? ദേവു പാർക്കിംഗ് ഏരിയയിൽ പോയി നിന്ന് അഭിയെ വിളിച്ചു. അപ്പോൾ സമയം 3:30 ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ ദേവു, എനിക്ക് കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ട്. ഞാനൊരു 2 അവർ ലേറ്റ് ആകും. അതുവരെ നിനക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നീ ഒരു ടാക്സി വിളിച്ച് വില്ലയിലേക്ക് പൊക്കോ. കാശുണ്ടോ നിന്റെ കയ്യിൽ? ആ, ഉണ്ട് ചേച്ചി, ദേവു പുഞ്ചിരിയോടെ പറഞ്ഞു. പിന്നെ ദേവു, പ്രോബ്ലം ഒന്നുമില്ലല്ലോ, നീ സേഫ് അല്ലേ? അഭിയുടെ ശബ്ദത്തിലെ ആവലാതി ദേവു മനസ്സിലാക്കിയിരുന്നു. ഞാൻ സേഫാണ് ചേച്ചി, ടെൻഷൻ ആവണ്ട, ഞാൻ എത്തിയിട്ട് വിളിക്കാം. ഞാൻ ടാക്സി വിളിച്ച് വിടണോ? വേണ്ട ചേച്ചി, ഞാൻ വിളിച്ചോളാം. ശരി എന്നാ. അതും പറഞ്ഞ് ദേവു കോള് കട്ടാക്കി. എന്താടാ, എന്തായി? ഗബ്രിയലിൻ്റെ ശബ്ദം സാജൻ്റെ ചെവിയിലേക്കെത്തി. സർ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ആ കുട്ടിയുടെ പെരുമാറ്റം കണ്ടിട്ട് സംശയാസ്പദമായിട്ട് ഒന്നും തോന്നിയില്ല, സാജൻ മറുപടി പറഞ്ഞു. എന്തായാലും അവളുടെ മേലൊരു കണ്ണ് വേണം, കേട്ടല്ലോ. ആ ആഹിർ, അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരുത്തനല്ല, തനി ചെകുത്താനാണ്. ശരി സാർ, ഞാൻ ശ്രദ്ധിച്ചോളാം. അഭിയേച്ചി, ഞാൻ എത്തിയിട്ടോ. അതെ, നമ്മുടെ ഫ്രണ്ട് ഡോറ് ലോക്കല്ലല്ലോ, അതെന്താ? ദേവു സംശയത്തോടെ അവളോട് ചോദിച്ചു. ഓ, ഞാൻ പറയാൻ മറന്നു ദേവു, ആഹി ഉണ്ടവിടെ, അവന് നല്ല സുഖമില്ല. ആ ചേച്ചി. ദേവു അത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അകത്തേക്ക് കയറി. അവിടെയെങ്ങും ആഹിയുടെ അനക്കമില്ലാത്തത് കൊണ്ട് ദേവു ഡോറ് ലോക്ക് ചെയ്ത് റൂമിലേക്ക് നടന്നു. ചെറിയൊരു ഭയം അവൾക്കുണ്ടായിരുന്നു. ആഹിയുടെ പ്രസൻസ് തന്നെയായിരുന്നു അതിന് കാരണം. അവൾ റൂമിൻ്റെ ഡോറ് തുറക്കാനായി വന്നതും അത് തുറന്നു കിടക്കുന്നത് കണ്ട് അവളൊന്ന് അമ്പരന്നു നിന്നു. ഡോറ് ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിലും നല്ലവണ്ണം ചേർത്ത് അടച്ചതായിരുന്നല്ലോ എന്നോർത്ത് അവൾ പതുക്കെ അകത്തേക്ക് കയറി. എന്നാൽ അടുത്ത നിമിഷം അവൾ സ്റ്റെക്കായി പുറകിലേക്ക് നീങ്ങി നിന്നു. എന്തു ചെയ്യണമെന്നറിയാതെ. അവിടെ തൻ്റെ ബെഡിൽ കിടന്നുറങ്ങുന്ന ആഹിയെ കണ്ട് അവൾ ആദ്യം ഒന്ന് അമ്പരന്നു എങ്കിലും പിന്നെ അത് ദേഷ്യത്തിലേക്ക് വഴിമാറി. ഡോ, താനെന്താ എൻ്റെ മുറിയിൽ? ഇറങ്ങിപ്പോടോ. അവൾ ദേഷ്യത്തിൽ ഉറഞ്ഞു തുള്ളി. എവിടുന്ന്? അവൻ അത് അറിഞ്ഞിട്ട് പോലുമില്ല. അവൾക്ക് പിന്നെ ദേഷ്യം വന്നു. തട്ടി ഉണർത്താമെന്നോർത്ത് അവൾ പതിയെ ബെഡിനടുത്തേക്ക് നടന്നു. അവൻ്റെ ആ കിടപ്പ് കണ്ട ദേവുവിന് പെട്ടെന്നെന്തോ പന്തികേട് തോന്നി. ആ മുഖം വല്ലാണ്ട് ക്ഷീണിച്ച പോലെ തോന്നി അവൾക്ക്.
രണ്ടും കൽപ്പിച്ച് അവൾ തൻ്റെ കൈപ്പത്തി അവൻ്റെ നെറ്റിയോട് ചേർത്ത് വെച്ചു. പൊള്ളലേറ്റതുപോലെ അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു. മഹാദേവ, നല്ല പൊള്ളുന്ന പനിയാണല്ലോ, ഞാനിപ്പോൾ എന്താ ചെയ്യുക? അവൾ ആലോചിച്ചു. അഭിയേച്ചി വിളിച്ചാലോ എന്നവൾ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ വേണ്ടാന്ന് വെച്ച് എന്തോ ഓർത്ത പോലെ അവൾ താഴെ കിച്ചണിലേക്ക് വേഗം പോയി. അവിടെ മുഴുവൻ തപ്പിയപ്പോൾ ഒരു കഷ്ണം ചുക്ക് കിട്ടി. അതിട്ട് ചായ തിളപ്പിച്ച് അവൾ അവനരികിലേക്ക് പോയി. ആ ഒരു നിമിഷം അവൻ തന്നോട് ചെയ്തതെല്ലാം മറന്നുപോയിരുന്നു അവൾ. ചുക്ക് കാപ്പി അവൻ കിടക്കുന്ന ബെഡിനടുത്തുള്ള ടേബിളിൽ വെച്ച് അവൾ അവനെ കുലുക്കി വിളിച്ചോണ്ടിരുന്നു. വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചപ്പോൾ അവൻ കണ്ണുകൾ ആയാസപ്പെട്ട് തുറന്നു. ഇത്രയും നേരം താൻ കൊതിച്ചതെന്തോ അടുത്ത് കിട്ടിയ പോലെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അതെ, നന്നായി പനിക്കുന്നുണ്ട്, ഇത് കുടിച്ചാൽ പനി കുറയും, അവൾ സൗമ്യമായി അവനോടായി പറഞ്ഞു. അവളുടെ ആ ഭാവം അവനും അവൻ്റെ മുഖത്ത് തെളിച്ചം അവളും ശ്രദ്ധിച്ചു. എന്നാൽ പിന്നെയും അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് കണ്ട് ദേവു അവനെ പതിയെ ബെഡിലേക്ക് എണീപ്പിച്ചിരുത്താൻ ശ്രമിച്ചു. എന്നാൽ ശരീരത്തിലെ ക്ഷീണം കാരണം ആഹിക്ക് നിവർന്നിരിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ബെഡിലേക്ക് വീഴാനൊരുങ്ങിയ അവനെ അവൾ തൻ്റെ കൈകൊണ്ട് താങ്ങാൻ ശ്രമിച്ചു. എന്നാൽ അവൾക്കതിന് കഴിഞ്ഞില്ല. ബെഡിലേക്ക് വീഴാനൊരുങ്ങിയ അവനെ താങ്ങാൻ ദേവു കൈനീട്ടിയത് കൊണ്ട് അവൻ ബെഡിലേക്ക് വീഴാതെ നേരെ ദേവുവിൻ്റെ മാറിലേക്ക് ചാരിക്കിടന്നു. ഒരു നിമിഷം വേണ്ടി വന്നു ദേവുവിന് പരിസരബോധം വീണ്ടെടുക്കാൻ. എന്നാൽ അവന് തീരെ വയ്യ എന്ന് മനസ്സിലായതും അവൾ പതിയെ ആ ചുക്കുകാപ്പി അവൻ്റെ ചുണ്ടോട് ചേർത്തു. ദാഹിച്ചു വലിഞ്ഞിരുന്ന അവന് അത് കുടിക്കാതിരിക്കാൻ സാധിച്ചില്ല. അവനത് പാതിബോധത്തിൽ കുടിച്ചു തീർത്തു. ദേവു പതിയെ അവനെ തൻ്റെ ശരീരത്തിൽ നിന്നും അവനെ അടർത്തി മാറ്റാൻ ശ്രമിച്ചു. എങ്കിലും അതിന് സാധിച്ചില്ല. അവൾ പതിയെ കൈനീട്ടി ഗ്ലാസ് ടേബിളിന് മുകളിൽ വെക്കാനൊരുങ്ങിയതും അവന് അവളിലെ പിടി അയഞ്ഞ് ബെഡിലേക്ക് വീഴാനൊരുങ്ങി. അവനെ താങ്ങാനൊരുങ്ങിയ ദേവുവും ബാലൻസ് തെറ്റി അവനോടൊപ്പം ബെഡിലേക്ക് വീണു. ഗ്ലാസ് സ്ഥാനം തെറ്റി തറയിൽ വീണു പൊട്ടിച്ചിതറി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുൻപേ അവൻ അവളെ ഇറുക്കെ പുണർന്നിരുന്നു. ദേവു ഞെട്ടലോടെ അവനെ നോക്കി. മയക്കത്തിലായിരുന്നു അവൻ. ബോധത്തോടെയല്ല ഇതൊന്നും ചെയ്യുന്നതെന്ന് മനസ്സിലായതും ദേവു മിണ്ടാതെ കിടന്നു. അതിനിടയിൽ അവൻ്റെ കൈകൾ വേർപെടുത്താൻ നോക്കുന്നുണ്ടായിരുന്നു. പതിയെ അവൻ്റെ ശരീരത്തിലെ ചൂട് തന്നിലേക്കും വ്യാപിക്കുന്നത് അവൾ അറിഞ്ഞു. എത്ര നേരം അങ്ങനെ കിടന്നു എന്നറിയില്ല. അവൻ്റെ അടുത്തു നിന്നൊന്ന് അനങ്ങാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. പതിയെ അവളുടെ കണ്ണുകളും അടഞ്ഞു തുടങ്ങിയിരുന്നു.